Indian military operation 2 days back we have seen വളരെ സിസ്റ്റമാറ്റിക് പ്ലാനിങ്. എന്ത് സംഭവിച്ചു? കൃത്യമായിട്ട് റിട്ടാലിയേഷന് ടൈമിന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞു പ്രൈം മിനിസ്റ്റർ. ടൈമിന് മറുപടി കൊടുക്കും, സാഹചര്യം സന്ദർഭം ടൈം ഒക്കെ മിലിറ്ററി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നൈസായിട്ട് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൽ റൂളിലേക്ക് അദ്ദേഹം മാറി. അദ്ദേഹം അതിനുശേഷം ഒരുപാട് വേദികൾ പങ്കിട്ടു, സംസാരിച്ചു. എന്നിട്ട് രാജ്യം മുഴുവൻ മോക്ക് ഡ്രിൽ എന്ന് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ബ്ലാക്ക് ഔട്ടിന് വേണ്ടി റെഡിയായി. അതിന് മുന്നേ കയറി അങ്ങ് അടിച്ചു. കൃത്യമായ 25 മിനിറ്റ് പ്രത്യാക്രമണം നടത്തി 9 സ്ഥലങ്ങൾ കൃത്യമായിട്ട് ബീറ്റ് ചെയ്തു. അത് എവിടെ? LOC പോലും കടക്കാതെ ഇന്ത്യൻ സർവൈലൻസിൽ നിന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കിയ ഡിഫൻസിന്റെ ടെക്നോളജി എത്ര കയറി എന്നുള്ളത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ 2 ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണ് വന്നിട്ട് അവിടെ കറസ്പോണ്ടൻസിനോട് സംസാരിച്ചത്. ഒന്ന് സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന 2 ആൾക്കാർ, അത് ലേഡീസ് വന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. അവിടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള വിക്രം, ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം, ഹി ഹാസ് ഗിവൺ എ ഫാന്റാസ്റ്റിക് എക്സ്പ്ലനേഷൻ. അവിടെ എവിടെയും ഡിഫൻസ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ വന്നിട്ടില്ല. കൃത്യമായ മറുപടികളും കൃത്യമായ ഡെമോക്രാറ്റിക് പ്ലാനിങ്ങിലൂടെ ഒരു സിറ്റുവേഷൻ അവർ ടാക്കിൾ ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കമ്പനിയിൽ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങും പ്രോസസ്സും സ്ട്രക്ചറും മോഡലിങ്ങും എക്സിക്യൂഷനും വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു കൺട്രി പോലെ തന്നെയാണ് കമ്പനിയും. കമ്പനിക്കും സിസ്റ്റം വേണം, സ്ട്രക്ചർ വേണം, സിനർജി വേണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. വേണോ വേണ്ടേ?